കേരളം ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന ദിവസേന എന്നോണം സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു സുപ്രധാന വിഷയത്തിലേക്കാണ് ഇനി. കേരളത്തിന്റെ തെരുവുകളിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒടുവിൽ കർശനമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേരളം. ഇതിന്റെ ഭാഗമായി അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നിർണായക പ്രോട്ടോകോൾ തയ്യാറായി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ പുതിയ ഉത്തരവിലുള്ളത്? തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? വളർത്തുനായ്ക്കളെ സംബന്ധിച്ചുള്ള പുതിയ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിന്റെ സമഗ്രമായ വിശകലനത്തിലേക്ക് കടക്കാം. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കുട്ടികളും വയോധികരുമടക്കം നിരവധി പേരാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. പലപ്പോഴും മരണങ്ങൾ വരെ സംഭവിക്കുന്ന ദാരുണമായ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. മൃഗസ്നേഹികളുടെ എതിർപ്പുകളും നിയമപരമായ തടസ്സങ്ങളും കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തവും കർശനവുമായ നിർദ്ദേശങ്ങൾ ഉണ്ടായത്. സാധാരണ ജനങ്ങളുടെ ജീവന്റെ വില കണക്കിലെടുത്തുകൊണ്ട് അപകടകാരികളായ നായ്ക്കളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് സുപ്രീം കോടതി എത്തിയത്. ഈ സുപ്രീം കോടതി നിർദ്ദേശങ്ങളെയാണ് ഇപ്പോൾ കേരള സർക്കാർ കൃത്യമായ പ്രോട്ടോകോൾ തയ്യാറാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്നത്. പുതിയ പ്രോട്ടോകോൾ പ്രകാരം തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും പ്രാദേശിക തലത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം, അവയുടെ പെരുമാറ്റം, അപകടകാരികളാണോ എന്നറിയുവാനുള്ള പരിശോധന എന്നിവ നടത്തേണ്ടത് ഈ സമിതിയുടെ ചുമതലയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ അപകടകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഇനി മുതൽ തദ്ദേശ സ്ഥാപന സമിതികൾക്കായിരിക്കും. വർഷങ്ങളായി നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് ഇത് വലിയൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം അപകടകാരികളായ നായ്ക്കളുടെ ദയാവധം തന്നെയാണ്. എല്ലാ തെരുവ് നായ്ക്കളെയും കൊന്നൊടുക്കുകയല്ല പുതിയ നയത്തിന്റെ ലക്ഷ്യം. എന്നാൽ പേവിഷബാധ ലക്ഷണം കാണിക്കുന്നവ, അങ്ങേയറ്റം ആക്രമണകാരികളായവ, ജനങ്ങൾക്ക് നിരന്തരം ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുന്നവ എന്നീ മാനദണ്ഡങ്ങൾ പാലിച്ച് ദയാവധത്തിന് വിധേയമാക്കാം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശവും പുതിയ പ്രോട്ടോകോളും വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ മൃഗങ്ങളുടെ ക്രൂരത കാണിക്കാതെ, എന്നാൽ പൊതുജനങ്ങൾക്ക് സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരിക്കും ഈ നടപടികൾ സ്വീകരിക്കുക. ഇതിനായി മൃഗ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യവും ഉറപ്പാക്കും. തെരുവ് നായ്ക്കളെ പിടികൂടി പാർപ്പിക്കുന്നതിനായി സുരക്ഷിതമായ ഷെൽട്ടറുകൾ അഥവാ പുനരധിവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും തെരുവ് നായ്ക്കൾക്കായുള്ള ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ ഉചിതമായ ഭൂമി കണ്ടെത്തേണ്ടത് കളക്ടർമാരുടെ ചുമതലയാണ്. സർക്കാർ ഭൂമിയോ പുറമ്പോക്ക് ഭൂമിയോ ഇതിനായി കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഷെൽട്ടറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉത്തരവ്. പിടികൂടുന്ന നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കാതെ ഇത്തരം ഷെൽട്ടറുകളിലേക്ക് മാറ്റി വന്ധീകരണവും മറ്റ് ചികിത്സകളും നൽകാനാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വീടുകളിൽ വളർത്തുന്ന നായ്ക്കളുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ വീടുകളിൽ വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കുന്നതിന് പുതിയ നിബന്ധനകൾ വരുന്നു. വ്യക്തമാക്കപ്പെട്ട പുതിയ നിർദ്ദേശപ്രകാരം 2-ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ സ്മോൾ ഷെൽട്ടറായി പരിഗണിക്കപ്പെടും. അതായത് നിങ്ങളുടെ വീട്ടിൽ 2-ൽ കൂടുതൽ നായ്ക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വളർത്തുമൃഗ ഉടമ എന്നതിലുപരി ഒരു ചെറിയ ഷെൽട്ടർ നടത്തുന്നവരായി കണക്കാക്കപ്പെടും. ഇത്തരം വീടുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നിർബന്ധമായി വാങ്ങിയിരിക്കണം. ഇത് നായ്ക്കളുടെ എണ്ണം അനിയന്ത്രിതമായി വീടുകളിൽ പെരുകുന്നത് തടയാനും ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുവാനും സഹായിക്കും. ലൈസൻസിനായി കൃത്യമായ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതാണ്. പലപ്പോഴും തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകുന്നതിനും ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്നാണ് തെരുവുകളിൽ തോന്നിയിടങ്ങളിൽ ഭക്ഷണം നൽകുന്നത്. ഇതിനും പുതിയ പ്രോട്ടോകോളിൽ കർശനമായ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളും ഇടങ്ങളും തയ്യാറാക്കാനാണ് പുതിയ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ തോന്നിയിടങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോയിടുന്നത് നായ്ക്കൾ കൂട്ടം കൂടാനും പ്രദേശവാസികൾക്ക് ഭീഷണിയാകാനും കാരണമാകുന്നുണ്ട്. അതിനാൽ മൃഗസ്നേഹികൾക്ക് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാം. എന്നാൽ അത് തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചു നൽകുന്ന പ്രത്യേക സ്ഥലങ്ങളിലും കൃത്യമായ സമയത്തും മാത്രമായിരിക്കണം. ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിയമങ്ങളും പ്രോട്ടോകോളുകളും കടലാസിൽ ഒതുങ്ങാതെ താഴെത്തട്ടിൽ നടപ്പിലാക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആവശ്യത്തിന് ഷെൽട്ടറുകൾ ഇല്ലാത്തത്, വന്ധീകരണ യജ്ഞങ്ങളുടെ വേഗത കുറവ്, ഫണ്ടിന്റെ ലഭ്യത കുറവ്, മൃഗസംരക്ഷണ സംഘടനകളുടെ എതിർപ്പുകൾ എന്നിവയെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളാണ്. എങ്കിലും സുപ്രീം കോടതിയുടെ അന്ത്യശാസനവും ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയും മുൻനിർത്തി സർക്കാർ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശമാണ് പുതിയ പ്രോട്ടോകോൾ നൽകുന്നത്. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ വിവിധ ആശുപത്രികളിൽ ആന്റി റാബിസ് വാക്സിനും ചികിത്സയ്ക്കുമായി എത്തുന്നവരുടെ എണ്ണം വർഷം തോറും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഡയറക്ടറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന കണക്കുകൾ ഇങ്ങനെയാണ്. 2020 മുതൽ 2024 ജനുവരി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പേവിഷബാധയേറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച 47 മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ പേവിഷബാധ മൂലം തന്നെ സംഭവിച്ചതായി സംശയിക്കുന്ന മറ്റ് 22 മരണങ്ങൾ കൂടിയുണ്ട്. അതായത് ആകെ 69 ജീവനുകളാണ് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടത്.
കൃത്യമായി സ്ഥിരീകരിച്ച മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ്, അതായത് 10 മരണങ്ങൾ. തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയുമുണ്ട്, 9 മരണങ്ങൾ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും ജീവൻ നഷ്ടപ്പെടുന്നവർക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമപരമായി ബാധ്യസ്ഥരാണെന്ന് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, ജില്ലാ ഭരണകൂടങ്ങൾ, പോലീസ് എന്നിവർ ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ കേരളത്തിലെ തെരുവുനായ ശല്യത്തിന് ഒരു അന്ത്യം കുറിക്കുവാനുള്ള ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുതിയ പ്രോട്ടോകോൾ വഴി അപകടകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യുവാനും തദ്ദേശ സ്ഥാപന തലത്തിൽ സമിതികൾ രൂപീകരിക്കുവാനും കളക്ടർമാർ ഷെൽട്ടറുകൾക്ക് സ്ഥലം കണ്ടെത്തുവാനും വീടുകളിലെ നായ്ക്കൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുവാനും ഭക്ഷണ വിതരണത്തിന് പ്രത്യേക മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനുമുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമായി താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നു എന്നത് നാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയും മൃഗങ്ങളുടെ അവകാശങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സർക്കാരിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയണം.